നമ്മുടെ കറണ്ട് അഫയേഴ്സ് റിവിഷൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ്. ഫസ്റ്റ് ക്ലാസ് കാണാത്തവർ നിങ്ങൾ ഫസ്റ്റ് ക്ലാസ് കണ്ടതിന് ശേഷം ഈ ക്ലാസ് കാണുക. 25 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര വർഷങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് കറണ്ട് അഫയേഴ്സ് വിഭാഗത്തിൽ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. കുട്ടികളിലെ വൃക്കരോഗ പ്രതിരോധത്തിനും ചികിത്സയ്ക്കും വേണ്ടി ആരംഭിച്ച പദ്ധതി ഏതാണ് ചോദ്യം. കുട്ടികളിലെ വൃക്കരോഗ പ്രതിരോധത്തിനും ചികിത്സയ്ക്കും വേണ്ടിയിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുള്ള ഒരു പദ്ധതിയുണ്ട്. അതിന്റെ പേര് പ്രതീക്ഷ എന്നാണ്. എന്താ കുട്ടികളെ? പ്രതീക്ഷ. അപ്പൊ കുട്ടികളിലെ വൃക്കരോഗങ്ങൾ നേരത്തെ കണ്ടെത്തി അത് പ്രതിരോധിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും വേണ്ടിയിട്ട് ആരംഭിച്ച പദ്ധതിയുടെ പേര് പ്രതീക്ഷ. എന്താണ്? പ്രതീക്ഷ. ഇപ്പം ഈ പദ്ധതികൾ ചോദിക്കുന്നത് നിങ്ങൾക്കറിയാം. അശ്വമേധം കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണല്ലേ. ആയുർദളം എയ്ഡ്സ് ബോധവൽക്കരണ പദ്ധതിയാണ്. അതുപോലെ തന്നെ നമ്മുടെ എൽസ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഷ്ഠരോഗ സർവേയുടെ പേരാണ് എൽസ എന്ന് വെച്ചാൽ എറാഡിക്കേഷൻ ഓഫ് ലെപ്രസി ത്രൂ സെൽഫ് റിപ്പോർട്ടിംഗ് ആൻഡ് അവയർനെസ്. ഓക്കെ, എൽസ പദ്ധതി ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സുഹൃതം പദ്ധതി ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ്. ഓക്കെ, അപ്പം ഈ പദ്ധതികൾ മാത്രമായിട്ട് ഞാൻ ക്ലാസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് POക്ക് വെച്ചിട്ട് ക്ലാസ് ചെയ്യുന്നുണ്ട്, അത് കണ്ടോണം കേട്ടോ. അപ്പൊ പ്രതീക്ഷാ പദ്ധതി വൃക്കരോഗ പ്രതിരോധത്തിനും ചികിത്സയ്ക്കും വേണ്ടിയിട്ടാണ്. അടുത്ത് ചന്ദ്രനിലെ മണ്ണിൽ കൃഷി ചെയ്ത കടല ഇനം, അതായത് നമ്മുടെ ഭൂമിക്ക് വെളിയിൽ എവിടെയെങ്കിലും നമുക്ക് കൃഷിയും മറ്റു കാര്യങ്ങളും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഗവേഷണത്തിന്റെ ഭാഗമായിട്ട് ചന്ദ്രനിൽ നിന്ന് കൊണ്ടുവന്ന മണ്ണിൽ കൃഷി ചെയ്ത കടല ഇനത്തിന്റെ പേരാണ് മൈലസ്. ഒന്ന് പഠിച്ചോണം, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ PSC ചോദിക്കാറുണ്ട്. ചന്ദ്രനിലെ മണ്ണിൽ കൃഷി ചെയ്ത കടല ഇനത്തിന്റെ പേരാണ് മൈലസ്. എന്താ കുട്ടികളെ? മൈലസ്. അടുത്ത 2026 കടമ്മനിട്ട രാമകൃഷ്ണ പുരസ്കാരം ലഭിച്ചത് ആർക്കെന്നാണ് ചോദ്യം. 2026 കടമ്മനിട്ട രാമകൃഷ്ണ പുരസ്കാരം ലഭിച്ചത് ഏഴാച്ചേരി രാമചന്ദ്രനാണ്. ഏഴാച്ചേരി രാമചന്ദ്രൻ. അപ്പൊ ഇങ്ങനത്തെ അവാർഡ്സ് നമ്മൾ സ്ഥിരം പഠിക്കുന്ന വയലാറ്, ഓടക്കുഴല്, എഴുത്തച്ഛൻ, അങ്ങനത്തെ അവാർഡിന് പുറമെ ഇങ്ങനെ നമ്മൾ അധികം ശ്രദ്ധിക്കാതെ വിടുന്ന അവാർഡ്സ് PSC ചോദിക്കും. അത് പലർക്കും ബുദ്ധിമുട്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 2026 കടമ്മനിട്ട രാമകൃഷ്ണ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഏഴാച്ചേരി രാമചന്ദ്രൻ. ആർക്കാണ്? ഏഴാച്ചേരി രാമചന്ദ്രൻ. ക്രിക്കറ്റിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള BCCI നൽകുന്ന പുരസ്കാരം ലഭിച്ച താരങ്ങൾ 2026 3 പേർക്കാണ് BCCIയുടെ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത്. ഇത് നിങ്ങൾ വിട്ടുകളയരുത്. ഇപ്പൊ നമ്മുടെ ഡിഗ്രി ഫിലിംസിന് നമുക്ക് ICC ഹോൾ ഓഫ് ഫെയിം ചോദിച്ചു, MS ധോണി. മനസ്സിലായോ? അപ്പൊ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് വരും. ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട അവാർഡ്സ് ഒക്കെ ചോദിക്കും കേട്ടോ. റെയർ ക്വസ്റ്റ്യൻ ആയി കിട്ടാറുണ്ട്. അപ്പൊ 3 താരങ്ങൾക്കാണ് ഈ പുരസ്കാരം കിട്ടിയത് സമഗ്ര സംഭാവനയ്ക്കുള്ളത്. ഒന്ന് രാഹുൽ ദ്രാവിഡ്, മറ്റൊന്ന് റോജർ ബിന്നി, പിന്നെ വനിതാ ക്രിക്കറ്റ് താരമായിരുന്ന മിതാലി രാജ്. രാഹുൽ ദ്രാവിഡ്, റോജർ ബിന്നി, മിതാലി രാജ്, ഈ 3 പേർക്കാണ് ക്രിക്കറ്റിലെ സമഗ്ര സംഭാവനയ്ക്ക് BCCI നൽകുന്ന പുരസ്കാരം ലഭിച്ചത്. അടുത്ത 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച മലയാളി ആരെന്നാണ്. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് N പ്രഭാകരൻ മായാ മനുഷ്യർ എന്ന നോവലിലാണ് കിട്ടിയത് കേട്ടോ. അതും ചോദിക്കും. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച മലയാളി N പ്രഭാകരനാണ്. മായാ മനുഷ്യർ എന്ന നോവലിനാണ് അവാർഡ് ലഭിച്ചത്. ഈ ചോദ്യങ്ങൾ നിങ്ങൾ എഴുതി തന്നെ പഠിച്ചു പോകണം. ഓക്കെ, ഞാൻ നോട്ട് ടെലഗ്രാം ചാനൽ ഷെയർ ചെയ്യും. ക്ലാസ്സിന് ശേഷം ഞാൻ നോട്ട് ടെലഗ്രാം ചാനൽ ഷെയർ ചെയ്യും. എന്നാലും നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ബുക്കിൽ എഴുതി പൊക്കോ കേട്ടോ. ഇനി നമ്മുടെ പ്രിലിംസ് മാരത്തോൺ ബാച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അപ്പൊ ഇനി ഇതിന്റെ ക്ലാസ് യൂസ് ആവാൻ പോകുന്നത് 3rd സ്റ്റേജും 4th സ്റ്റേജും ഉള്ള കുട്ടികൾക്കാണ്. കാരണം ഇനി 1st 2nd സ്റ്റേജ് ഇനിയിപ്പം 3-4 ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു 3rd സ്റ്റേജും 4th സ്റ്റേജും എക്സാം ഉള്ള കുട്ടികൾ നിങ്ങൾ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളത് ചെയ്യുക. അപ്പോൾ നമ്മൾ 1st 2nd സ്റ്റേജ് ബേസ് ചെയ്തിട്ട് പിന്നുള്ള ദിവസങ്ങൾ ആ ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ട് ഏതൊക്കെ ഏരിയസ് പഠിക്കണോ അതെല്ലാം നന്നായിട്ട് റിവിഷൻ ചെയ്തിട്ടായിരിക്കും നിങ്ങളെ വിടുന്നത്. ടോട്ടൽ ഫീസ് വരുന്നത് 379 എല്ലാ ക്ലാസ്സുകളും ലൈവാണ്. ലൈവ് കാണാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് ലഭിക്കുന്നതാണ് കേട്ടോ. ഞാൻ കോഴ്സിന്റെ ലിങ്ക് ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്തിട്ടുണ്ടാവും. അടുത്ത് മാതംഗ ലീല എന്ന ഒരു ഫാന്റസി നോവൽ റീസെന്റ് ആയിട്ട് ഇറങ്ങിയതാണ്, ഇമ്പോർട്ടന്റ് ആണ്. മാതംഗ ലീല എന്ന നോവൽ എഴുതിയത് ആരെന്നാണ് ചോദ്യം. സന്തോഷ് എച്ചിക്കാനമാണ്. സന്തോഷ് എച്ചിക്കാനം എഴുതിയ നോവലാണ് മാതംഗ ലീല. കൃതികൾ എന്ന വിഭാഗത്തിൽ ചോദ്യം പ്രതീക്ഷിക്കണം. ഓക്കെ, അടുത്ത് ഷിവോഗ് രംഗ്പോ റെയിൽവേ ലൈൻ ഏതൊക്കെ സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്നു എന്നാണ്. ഷിവോഗ് രംഗ്പോ റെയിൽവേ ലൈൻ, ഈ പേരൊന്ന് പഠിക്കണം. ഷിവോഗ് രംഗ്പോ റെയിൽവേ ലൈൻ ബന്ധിപ്പിക്കുന്നത് വെസ്റ്റ് ബംഗാളിനെയും സിക്കിമിനെയാണ്. ഇതിന്റെ പ്രത്യേകത എന്തെന്ന് കേട്ട് കഴിഞ്ഞാൽ സിക്കിമിൽ ആദ്യമായിട്ടാണ് റെയിൽവേ കണക്ഷൻ വരാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഷിവോഗ് രംഗ്പോ റെയിൽവേ ലൈൻ എന്ത് ചെയ്യുന്നത്, ആരംഭിക്കുന്നത്. വെസ്റ്റ് ബംഗാൾ, സിക്കിം എന്നീ സംസ്ഥാനങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്. ഇവിടെ തന്നെ മറ്റൊരു ചോദ്യമുണ്ട് കേട്ടോ. ഇന്ത്യയിൽ സിക്കിമിനും മേഘാലയയ്ക്കും മാത്രമായൊരു പ്രത്യേകതയുണ്ട്.
സിക്കിമിന്റെയും മേഘാലയയുടെയും പ്രത്യേകത എന്തെന്ന് കേട്ട് കഴിഞ്ഞാൽ അവർക്ക് ഒരു സംസ്ഥാനവുമായി മാത്രമേ അതിർത്തിയുള്ളൂ. ഇപ്പൊ സിക്കിമിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ സിക്കിമിന് വെസ്റ്റ് ബംഗാളുമായി മാത്രമേ എന്തുള്ളൂ അതിർത്തിയുള്ളൂ. അതുപോലെ മേഘാലയ നമ്മൾ നോക്കുകയാണെങ്കിൽ മേഘാലയയ്ക്ക് അസമുമായി മാത്രമേ എന്തുള്ളൂ അതിർത്തിയുള്ളൂ. അപ്പോൾ ഇന്ത്യയിൽ ഒരു സംസ്ഥാനവുമായി മാത്രം അതിർത്തിയുള്ള രണ്ട് സംസ്ഥാനങ്ങളാണ് ഏതൊക്കെ? സിക്കിമും മേഘാലയ. സിക്കിമിന് വെസ്റ്റ് ബംഗാളുമായി മാത്രമാണ് അതിർത്തി വരുന്നത്, മേഘാലയയ്ക്ക് അസമുമായി മാത്രമാണ് അതിർത്തി വരുന്നത്. അപ്പൊ അതൊന്ന് പഠിച്ചോണേ. അടുത്ത്, കടൽ വെള്ളത്തിൽ നിന്ന് കുടിവെള്ളവും വൈദ്യുതിയും ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യ പ്ലാന്റ് സ്ഥാപിതമാകുന്നത് എവിടെയെന്നാണ് ചോദ്യം. അത് ലക്ഷദ്വീപിലാണ്. കടൽ വെള്ളത്തിൽ നിന്ന് കുടിവെള്ളവും വൈദ്യുതിയും ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യ പ്ലാന്റ് എവിടെയെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് ലക്ഷദ്വീപിലാണ് കേട്ടോ. അടുത്ത്, സൈബർ കുറ്റകൃത്യങ്ങൾ, തെറ്റായ നിക്ഷേപ ഉപദേശങ്ങൾ എന്നിവ തടയുന്നതിനായിട്ട് സെബി ആരംഭിച്ച AI ടൂൾ. സെബി എന്താ? സെബി എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെബി എന്ന് വെച്ചാൽ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നതാണ് സെബിയുടെ പൂർണ്ണരൂപം. സെബിയുടെ നിലവിലെ ചെയർമാൻ തുഹിൻ കാന്ത് പാണ്ഡെയാണ് കേട്ടോ. തുഹിൻ കാന്ത് പാണ്ഡെയാണ് സെബിയുടെ നിലവിലെ ചെയർമാൻ എന്ന് പറയുന്നത്, സെബി ചെയർമാൻ. മുംബൈയാണ് സെബിയുടെ ആസ്ഥാനം. നിക്ഷേപങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് സെബിയാണ് കേട്ടോ. സ്റ്റോക്ക്, നിക്ഷേപങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് സെബിയാണ്. അപ്പൊ സെബി ഇങ്ങനെ ഒരു AI ടൂള് ആരംഭിച്ചിട്ടുണ്ട്. സൈബർ കുറ്റകൃത്യങ്ങൾ, തെറ്റായ നിക്ഷേപ ഉപദേശങ്ങൾ എന്നിവ തടയുന്നതിനായിട്ട് സെബി ആരംഭിച്ചിട്ടുള്ള AI ടൂളിന്റെ പേരെന്തെന്ന് കേട്ട് കഴിഞ്ഞാൽ സുദർശൻ എന്നാണ്. എന്താ കുട്ടികളെ? സുദർശൻ. സൈബർ കുറ്റകൃത്യങ്ങൾ, തെറ്റായ നിക്ഷേപ ഉപദേശങ്ങൾ എന്നിവ തടയുന്നതിനായിട്ട് സെബി ആരംഭിച്ച AI ടൂളിന്റെ പേര് സുദർശൻ എന്നാണ്. അടുത്ത് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് നമ്മളെ ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട്, ഗൾഫ് യുദ്ധവുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഹോർമൂസ് കടലിടുക്ക്. ഓക്കെ, ഈ ഹോർമൂസ് സ്ട്രെയിറ്റ് ബന്ധിപ്പിക്കുന്നത് പേർഷ്യൻ ഗൾഫിനെയും ഒമാൻ ഗൾഫിനെയാണ്. പ്രതീക്ഷിക്കണം, മസ്റ്റ് ചോദ്യമാണ്. ഹോർമൂസ് കടലിടുക്ക് ബന്ധിപ്പിക്കുന്നത് പേർഷ്യൻ ഗൾഫിനെയും ഒമാൻ ഗൾഫിനെയുമാണ്. എന്തിനൊക്കെ കുട്ടികളെ? പേർഷ്യൻ ഗൾഫിനെയും ഒമാൻ ഗൾഫിനെയുമാണ് ഹോർമൂസ് കടലിടുക്ക് ബന്ധിപ്പിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, മറക്കാതെ പഠിച്ചോണം. അടുത്ത് കുറച്ച് അന്താരാഷ്ട്ര വർഷങ്ങളാണ്. ഇതിൽ നിന്നും ചോദ്യം ഉറപ്പാണ്. അതിനു മുമ്പ് 2 ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ, അത് നമുക്ക് പറഞ്ഞിട്ട് അന്താരാഷ്ട്ര വർഷങ്ങളിലേക്ക് പോവാം. 2026 അന്താരാഷ്ട്ര വനദിനത്തിന്റെ പ്രമേയം. നമുക്ക് വനദിനം അറിയാം അല്ലെ? വനദിനത്തിന്റെ ഡേറ്റ് ഒക്കെ നമ്മൾ കോഡ് വെച്ചിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ? അതായത് വനജയുടെ കാലിൽ ക്ഷയം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. വനദിനം മാർച്ച് മാസം 21, എന്ന് വെച്ചാൽ ജലദിനം മാർച്ച് 22, കാലാവസ്ഥാ ദിനം മാർച്ച് 23, അതുപോലെ ക്ഷയരോഗ ദിനം മാർച്ച് 24. ഓക്കെ, വനജയുടെ കാൽക്ഷയം, വന മാർച്ച് 21, ജല മാർച്ച് 22, കാലാവസ്ഥ മാർച്ച് 23, ക്ഷയരോഗം മാർച്ച് 24. ഇതിൽ നിങ്ങൾ അങ്ങാടി എന്ന വാക്ക് ചേർക്കുകയാണെങ്കിൽ, അതായത് അങ്ങാടിയിലെ വനജയുടെ കാലിൽ ക്ഷയം എന്ന് പഠിക്കുകയാണെങ്കിൽ അങ്ങാടി കുരുവി ദിനം കിട്ടും മാർച്ച് 20. മനസ്സിലായ? അങ്ങാടി കുരുവി ദിനം മാർച്ച് 20, വനദിനം മാർച്ച് 21, ജലദിനം മാർച്ച് 22, കാലാവസ്ഥാ ദിനം 23, ക്ഷയരോഗ ദിനം 24 മാർച്ച് മാസം. അപ്പം 2026 അന്താരാഷ്ട്ര വനദിനത്തിന്റെ പ്രമേയമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഫോറസ്റ്റ്സ് ആൻഡ് എക്കണോമീസ് എന്നാണ്. എന്താണ്? ഫോറസ്റ്റ്സ് ആൻഡ് എക്കണോമീസ്. 2026 അന്താരാഷ്ട്ര വനദിനത്തിന്റെ പ്രമേയം ഫോറസ്റ്റ്സ് ആൻഡ് എക്കണോമീസ് എന്നാണ് കേട്ടോ. അതുപോലെ അന്താരാഷ്ട്ര ഹിമാനി ദിനം ഏതെന്ന് ചോദിക്കും. അന്താരാഷ്ട്ര ഹിമാനി ദിനം ചോദിച്ചു കഴിഞ്ഞാൽ അത് മാർച്ച് 21. ഹിമാനി മീൻസ് ഗ്ലേസിയർ. അപ്പം അന്താരാഷ്ട്ര ഹിമാനി ദിനം, ഇന്റർനാഷണൽ ഗ്ലേസിയർ ഡേ എന്ന് കേട്ട് കഴിഞ്ഞാൽ അത് മാർച്ച് 21 അന്താരാഷ്ട്ര ഹിമാനി ദിനമായിട്ട് UN പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനി അങ്ങോട്ട് അന്താരാഷ്ട്ര വർഷങ്ങളാണ്. മേച്ചിൽപ്പുറങ്ങളുടെയും ആട്ടിടയന്മാരുടെയും വർഷം 2026. മേച്ചിൽപ്പുറങ്ങളുടെയും ആട്ടിടയന്മാരുടെയും വർഷം 2026. സുസ്ഥിര വികസന സന്നദ്ധ സേവകരുടെ വർഷം 2026. സുസ്ഥിര വികസന സന്നദ്ധ സേവകരുടെ വർഷം 2026. എന്താണ് സുസ്ഥിര വികസനം എന്ന് കേട്ട് കഴിഞ്ഞാൽ, പ്രകൃതിക്ക് ദോഷം വരാതെ ഈ പ്രകൃതിയും ഈ പറയുന്ന നമ്മളെ ചുറ്റുപാടുകളും എല്ലാം വരും തലമുറയ്ക്കും ഉപയോഗിക്കാനുള്ളതാണെന്ന് മനസ്സിലാക്കി പ്രകൃതിക്ക് ദോഷം കൂടാതെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെയാണ് സുസ്ഥിര വികസനം അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ സുസ്ഥിര വികസന സന്നദ്ധ സേവകരുടെ വർഷം 2026. കർഷക വനിതാ വർഷം 2026. കർഷക വനിതാ വർഷം 2026. ഇപ്പൊ 2026 UN 3 കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. മേച്ചിൽപ്പുറങ്ങളുടെയും ആട്ടിടയന്മാരുടെയും വർഷം, സുസ്ഥിര വികസന സന്നദ്ധ സേവകരുടെ വർഷം, കർഷക വനിതാ വർഷം. ഇതെല്ലാം 2026.
ഹിമാനി സംരക്ഷണ വർഷം 2025 ഗ്ലേസിയർ പ്രിസർവേഷൻ അല്ലെങ്കിൽ ഗ്ലേസിയർ പ്രൊട്ടക്ഷൻ 2025. സഹകരണ വർഷം 2025, അന്താരാഷ്ട്ര സഹകരണ വർഷം 2025. ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി വർഷം 2025, ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി വർഷം 2025. സമാധാനത്തിന്റെയും വിശ്വാസത്തിന്റെയും വർഷം 2025, സമാധാനത്തിന്റെയും വിശ്വാസത്തിന്റെയും വർഷം 2025. 2026 3 കാര്യങ്ങൾ: മേച്ചിൽപ്പുറങ്ങൾ, ആട്ടിടയന്മാർ, സുസ്ഥിര വികസന സന്നദ്ധ സേവകർ, കർഷക വനിത. നോട്ട് ചെയ്ത് പഠിക്കണം. 2025 4 കാര്യങ്ങൾ: ഹിമാനി, സഹകരണം, ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി, ലാസ്റ്റ് വിശ്വാസം, അതുപോലെ സമാധാനം. സമാധാനത്തിന്റെയും വിശ്വാസത്തിന്റെയും വർഷം. ഹിമാനി, സഹകരണം, ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി, അതുപോലെ സമാധാനത്തിന്റെയും വിശ്വാസത്തിന്റെയും വർഷം 2025. അടുത്ത് ഒട്ടകവർഷം. ഒട്ടകവർഷം 2024 ഒട്ടകവർഷം. ഒട്ടകവർഷമായിട്ട് ആചരിച്ചത് 2024. ചെറുധാന്യ വർഷം സ്കൂൾ ടെക്സ്റ്റിലുണ്ട്, അത് ബേസ് ചെയ്ത് ചോദിക്കും. 2023 ചെറുധാന്യ വർഷം. എന്നാൽ പയറുവർഗ വർഷമാണ് ചോദിക്കുന്നതെങ്കിൽ 2016. ചെറുധാന്യം അല്ലെങ്കിൽ മില്ലറ്റ് വർഷം 2023, പയറുവർഗ വർഷം 2016. പയറ് 16 ചോദിക്കേ. നിയമസാക്ഷരതാ വർഷമായിട്ട് 2027 UN പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിയമസാക്ഷരതാ വർഷം, ലീഗൽ ലിറ്ററസി ഇയർ 2027. സുസ്ഥിര പ്രതിരോധ ടൂറിസം വർഷം, സുസ്ഥിര പ്രതിരോധ ടൂറിസം വർഷം 2027. അപ്പൊ ഇത്രയും വർഷങ്ങൾ ഞാനൊന്ന് പറഞ്ഞുതരാം. ഇതുപോലെ നിങ്ങൾക്ക് പറയാൻ പറ്റണം. ഓക്കെ അല്ലേ? ആട്ടിടയന്മാരുടെയും മേച്ചിൽപ്പുറങ്ങളുടെയും വർഷം 2026. സുസ്ഥിര വികസന സന്നദ്ധ സേവകരുടെ വർഷം 2026. കർഷക വനിതാ വർഷം 2026. 2025 പറഞ്ഞുതരാം. ഹിമാനി സംരക്ഷണ വർഷം, സഹകരണ വർഷം, അതുപോലെ ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി വർഷം, സമാധാനത്തിന്റെയും വിശ്വാസത്തിന്റെയും വർഷം 2025. ഒട്ടകം 2024. ചെറുധാന്യം 2023. ചെറുധാന്യം മീൻസ് മില്ലറ്റ്. പയർ 2016. നിയമസാക്ഷരത 2027. സുസ്ഥിര പ്രതിരോധ ടൂറിസം വർഷം 2027. അടുത്ത് ഇൻഡെക്സ് ആണ്. 2026 സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. 2026 സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 116. ഓക്കെ, 116 2026 സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. ഇൻഡെക്സ് ഞാൻ ഒരുമിച്ച് എടുക്കുന്നില്ല. ഇനി വരുന്ന 2-3 ദിവസത്തെ ക്ലാസ്സുകൾ കൊണ്ട് പ്രധാനപ്പെട്ട ഇൻഡെക്സ് എല്ലാം ഞാൻ എടുക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അതുപോലെ പ്രധാനപ്പെട്ട തീമുകളും ഇനി വരുന്ന ഓരോ ക്ലാസ്സിൽ ഒരു 2 വെച്ച് ഞാൻ എന്ത് ചെയ്യും, ഉൾപ്പെടുത്തും, പ്രമേയങ്ങൾ. അടുത്ത് 2026 സന്തോഷ സൂചികയിൽ 1-ാം സ്ഥാനം. സന്തോഷ സൂചികയിൽ എപ്പോഴും 1-ാം സ്ഥാനം ആര് തന്നെയാണ് കുട്ടികളെ വരുന്നത്? ഫിൻലാൻഡ് തന്നെയാണ് വരുന്നത് അല്ലേ? ഫിൻലാൻഡ് ആണ് 1-ാം സ്ഥാനം. അതുപോലെ ഐസ്ലാൻഡ് 2-ാം സ്ഥാനമാണ്. ഡെൻമാർക്ക് 3-ാം സ്ഥാനമാണ്. ഫിൻലാൻഡ് 1, ഐസ്ലാൻഡ് 2, ഡെൻമാർക്ക് 3. ഏറ്റവും താഴെ 147-ാമത്തെ സ്ഥാനത്ത് വരുന്നത് അഫ്ഗാനിസ്ഥാനാണ്. 147-ാമത്തെ സ്ഥാനത്ത് അഫ്ഗാനിസ്ഥാനാണ് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ ഇന്ത്യ 116, 1 ഫിൻലാൻഡ്, 2 ഐസ്ലാൻഡ്, 3 ഡെൻമാർക്ക്. 147-ാം സ്ഥാനത്ത് ഏറ്റവും ഒടുവിലായി വരുന്നത് അഫ്ഗാനിസ്ഥാൻ. ഓക്കെ അല്ലേ? സോ ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ കറണ്ട് അഫയേഴ്സ് റിവിഷനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും കാണുന്നവരെ ബൈ.